ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും പവിത്രം സീരിയലിലെ നമ്മുടെ തമിഴ് റീമേക്കിലെ ഒറിജിനൽ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ തമിഴ്, അതായത് പവിത്രം 2ന്റെ, അതായത് തമിഴിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ, കംപ്ലീറ്റ് തമിഴ് ഭാഗമാണ് ഞാൻ പറയണത്. മലയാളത്തിൽ വ്യത്യാസം ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയില്ല, എന്തായാലും തമിഴിൽ ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ നാട്ടിലേക്ക് വന്നതിന് ശേഷം മോളെ ആരെയും തന്നെ കാണിക്കുന്നില്ല കേട്ടോ. മോളില്ല എന്ന രീതിയിലാണ് മറ്റുള്ളവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വേദയുടെ വീട്ടുകാർക്ക് അറിയാം, പക്ഷെ വേദ തന്റെ അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും എന്റെ മോളെ കാണാൻ വേണ്ടി വരരുത്. അതുപോലെ തന്നെ ആരെങ്കിലും എന്റെ മോളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിനെ വയറ്റി വെച്ചിട്ട് ഞാൻ ഇല്ലാതാക്കി എന്ന് വേണം നിങ്ങൾ പറയാനായിട്ട് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് വേദ ആന്ധ്രാപ്രദേശത്തിൽ ജോലിക്ക് വേണ്ടി പോയിട്ടോ. എന്നിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോഴും വേദ നാട്ടിലേക്ക് വന്നിട്ട് ഒരു പ്രാവശ്യം പോലും തന്റെ വീട്ടിലേക്ക് പോയേയില്ല. പക്ഷേ നമ്മുടെ ശങ്കരനാരായണനും അതുപോലെ തന്നെ അമ്മയും, അത് വേദയുടെ അമ്മയല്ല, വേദയുടെ അമ്മ മരിച്ചു കേട്ടോ, അത് ശങ്കരനാരായണന്റെ അമ്മയും പിന്നെ ഏട്ടത്തിയും ഏട്ടനും അവിടുത്തെ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്നിട്ട്, നമ്മുടെ തമിഴില് വേദയുടെ ഏട്ടൻ ഇത്ര ഒരു ദുഷ്ടനൊന്നും അല്ല കേട്ടോ, ദുഷ്ടനേ അല്ല അയാള്. അപ്പൊ അവരെല്ലാരും കൂടി ചേർന്നിട്ട് വേദനെ കാണാൻ വേണ്ടി വേദ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുവാണ്. അവിടേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ വേദ വാതിൽ തുറക്കുമ്പോഴേക്കും തന്റെ അച്ഛനും മുത്തശ്ശിയും എല്ലാവരും ഇതിനെ കാണുമ്പോഴേക്കും വേദക്ക് വലിയ ഇതൊന്നുമില്ല. വേദ അവർക്ക് മിണ്ടാതിരിക്കാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വരരുതെന്ന്, നിനക്ക് അങ്ങനെ പറയാം, പക്ഷേ ഞങ്ങൾക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കുമ്പോഴേക്കാണ് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് മോളെ കാണുന്ന കേട്ടോ. ഈശ്വര, ഇത് സുഡറല്ലേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും വേദ പറയണ്ട്, അതെ ഈശ്വര, എന്റെ മോള് എത്ര വലുതായി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ സുഡറിന്റെ അടുത്തേക്ക് പോവാണ്, അതായത് വേദന മോളുടെ അടുത്തേക്ക് പോവാണ്. മോൾക്കറിയാവോ ഞങ്ങൾ എല്ലാവരും ആരാണെന്ന് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന സുഡർ വേഗം തന്നെ വേദന അടുത്തേക്ക് പോകുന്നുണ്ട്. അമ്മേ, ഇവരൊക്കെ ആരാ അമ്മേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ശങ്കരനാരായണൻ പറയണ്ട്, മോളെ ഞാൻ മോളുടെ മുത്തശ്ശനാണ്. മുത്തശ്ശനോ? മുത്തശ്ശൻ ചോദിച്ചാ ഗ്രാൻഡ് ഫാദർ അല്ലേ, അതായത് അമ്മയുടെ അച്ഛനാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, നിന്റെ അമ്മയുടെ അച്ഛൻ തന്നെയാ ഞാൻ. ഇത് എന്റെ അമ്മയാണ്, അതായത് നിന്റെ പാട്ടി, നിന്റെ മുതുമുത്തശ്ശി എന്ന് പറയാണ്. ഇത് നിന്റെ അങ്കിള് ആന്റി എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്ന സുഡർ വേദന ചോദിക്കണ്ട, അമ്മയല്ലേ പറഞ്ഞത് നമുക്ക് ഇവിടെ ആരെയും പരിചയമില്ല, ആരും ഇവിടെ ആരും ഇല്ലെന്നൊക്കെ. എന്നിട്ട് അമ്മ എന്നോട് കള്ളം പറയായിരുന്നോ? ഇദ്ദേഹം പറയണത് അമ്മയുടെ അച്ഛനാണെന്നാണല്ലോ. ഓ, അമ്മയുടെ പേര് വേദ ശങ്കരനാരായണൻ എന്നാണല്ലോ. അപ്പോ ആ ശങ്കരനാരായണൻ ഇതാണോ എന്ന് ചോദിക്കണം. അതെ എന്ന് വേദ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മോൾക്ക് ഭയങ്കര സന്തോഷമാവാണ്. മോള് വേഗം തന്നെ നമ്മുടെ ശങ്കരനാരായണനെ കെട്ടിപ്പിടിക്കാട്ടോ. അതിനുശേഷം വിജയന്റെ അടുത്ത് വേദ പറയണ്ട്, മോളെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറയുമ്പോ മുത്തശ്ശി പറയണ്ട്, ആഹാ അത് കൊള്ളാലോ, ഞങ്ങൾ എത്ര വർഷത്തിന് ശേഷം നിന്റെ മോളെ കാണുന്നത്, അപ്പൊ ഞങ്ങൾക്ക് നിന്റെ മോളെ കൊഞ്ചിക്കണമെന്ന് ആഗ്രഹമില്ലേ? നീ ഞങ്ങളുടെ സംസാരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ശങ്കരനാരായണൻ വേദ എടുത്ത് പറയണ്ട്, മോളെ നീ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാ സുഡർ ഇരിക്കണത്. നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ ചെറുപ്പത്തിൽ ഫോട്ടോ ഒത്തിരി വീട്ടിലുണ്ട്. സുഡറെ എടുത്തു വെച്ചിരിക്കുന്ന പോലെയാ നീയും അന്ന് ഉണ്ടായിരുന്നത്. നിന്റെ തനി പകർപ്പ, നിന്റെ അതേ സംസാരം, നിന്റെ അതേ രൂപം. അച്ഛാ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വരരുത് എന്ന്. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? മോളെ, നിനക്ക് അങ്ങനെയൊക്കെ പറയാ, ഞങ്ങൾ എന്ത് തെറ്റാ മോളെ നിന്നോട് ചെയ്തത്? നീയല്ലേ ഞങ്ങളെല്ലാവരും ഉപേക്ഷിച്ചു പോയത്, എന്നിട്ട് നീ തന്നെ ഞങ്ങളോട് വാശി കാണിക്കണ എന്തിനാ മോളെ? ആ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം പോലും നീ ഒഴിവാക്കുകയല്ലേ? നിന്നെ ചെറുപ്പത്തിൽ ഞാനും നിന്റെ മുത്തശ്ശിയും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ വീട്ടുകാരൊക്കെ എത്രമാത്രം സ്നേഹിച്ചത്. നിന്നെ തറയിലും ഒക്കത്തും വെക്കാണ്ട് തലയിൽ വെച്ചിട്ടാ നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു സ്നേഹവും വാത്സല്യവും നിന്റെ മോൾക്ക് വേണോ? നിനക്ക് ആഗ്രഹമില്ല വേദേ എന്ന് ചോദിക്കുകയാണ്. വേദ പറയണ്ടേ, എനിക്കൊരു ആഗ്രഹവും ഇല്ല, എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എനിക്ക് എന്റെ മോൾക്ക് സമാധാനത്തോടെ ജീവിക്കണം. എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ കിട്ടി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ചിലപ്പോ 2-3 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ തിരിച്ചു പോയിരിക്കും. അതുവരെ എന്റെ മോൾക്കും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും വേണ്ട എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ ശിവശങ്കരൻ ഭയങ്കര വിഷമമാട്ടോ. ശങ്കരനാരായണൻ ഭയങ്കര വിഷമമാണ്. പുള്ളിക്കാരൻ പറയണ്ട, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ നിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇനി വരും മോളെ. നിന്നെ കാണാനില്ലെങ്കിൽ പോലും സുഡറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വരും. നീ പറഞ്ഞിട്ടാണ് വിക്രത്തിനോട് വേണ്ടച്ച, വിക്രത്തിന്റെ കാര്യം എന്നോട് പറയണ്ട എന്ന് പറയാണ്. ശരി, എങ്കിൽ ഞങ്ങൾ പോവാണ്. അമ്മേ വാടാ നമുക്ക് പോകാം എന്ന് പറയാണ്. അപ്പൊ സുഡർ ചോദിക്കണ്ടേ, ഇനി എപ്പോഴാ മുത്തശ്ശിയൊക്കെ വരാ? ഞങ്ങൾ വരാം മോളെ, ഉടനെ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശങ്കരനാരായണൻ അവിടെ നിന്നൊക്കെ പോകുവാട്ടോ. അതിനുശേഷം സുഡർ കുറെ ക്വസ്റ്റ്യൻസ് വേദെടുത്ത് ചോദിക്കേണ്ട, അമ്മ എന്തിനാ കള്ളം പറഞ്ഞത്? ഈ നാട്ടിൽ അപ്പൊ ഞങ്ങൾക്ക് മുത്തശ്ശിയൊക്കെ ഉണ്ട്. അമ്മ പറഞ്ഞ എനിക്ക് ബന്ധുക്കളെ ഇല്ലെന്നാണല്ലോ. എല്ലാവരും ഉണ്ട്. എന്തിനാ എല്ലായിടത്തും ഞങ്ങൾ ഒളിച്ചോടി ഇങ്ങോട്ട് വേറെ നാട്ടിലേക്ക് പോയി നിന്നത്? ഞങ്ങൾക്ക് ഇവിടെ തന്നെ നേരത്തെ വന്നാ പോരായിരുന്നോ? എന്തോരം പേരാ, എനിക്ക് സംസാരിക്കാൻ ഒത്തിരി പേരുണ്ടല്ലോ ഇവിടെ. മോളെ മതി, മോൾക്ക് ഞാനും എനിക്ക് മോളും ഉണ്ട്, പിന്നെ വിജയാന്റി ഇല്ലേ, അത്രയും മതി എന്ന് പറഞ്ഞിട്ട് വേദ മുകളിലേക്ക് പോവാണ്.
വീട്ടിലെത്തിയതിനു ശേഷം ശങ്കരനാരായണന് ഒരു സമാധാനം കേട്ടോ. സുഡറിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. സുഡറിനെ കാണാൻ വേണ്ടി നമ്മുടെ ശങ്കരനാരായണൻ സുഡർ പഠിക്കുന്ന സ്കൂളിലേക്ക് പോകുക കേട്ടോ. അപ്പോ ശങ്കരനാരായണനെ കാണുമ്പോൾ തന്നെ അവരുടെ സ്കൂളിലേക്ക് ഭയങ്കര ബഹുമാനം ഒക്കെ ആട്ടോ. അവരെല്ലാരും സാറെന്താ സാർ ഇവിടെ വന്നത്? എന്റെ കൊച്ചുമകളാ ഇവിടെ പഠിക്കണത്, 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സുഡർ. ഓ അതെയോ, ഞാനിപ്പോ വിളിപ്പിക്കാം. എന്താ സാർ കാര്യം? അല്ല, എനിക്ക് മോളൊന്ന് വീട് വരെ കൊണ്ടുപോകണമായിരുന്നു. അയ്യോ, മോളുടെ പാരന്റ്സിനോട് പറയാതെ. അയ്യോ, ഞാൻ അവളുടെ അമ്മയുടെ അച്ഛനാണ്, നിങ്ങൾക്ക് അറിയാലോ. അറിയാം സാർ, എങ്കിലും എന്താ നിങ്ങൾക്ക് ഇനി അതിനുള്ള വല്ല പെർമിഷനും കാര്യങ്ങളും വേണോ? അയ്യോ വേണ്ട സാർ, സാർ പോയിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം കേട്ടോ, കൊണ്ടുവന്നോളാം എന്ന് പറയാണ്. അങ്ങനെ ശങ്കരനാരായണൻ മോളെയും കൂട്ടിക്കൊണ്ട് നേരെ പോണത് നമ്മുടെ ശങ്കരനാരായണന്റെ തറവാട്ടിലേക്കാട്ടോ. അപ്പൊ അവിടെ എല്ലാവരും മോളായിട്ട് നല്ല സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണമൊക്കെ അവർക്ക് മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ മുത്തശ്ശിയും അതുപോലെ തന്നെ അവിടുത്തെ ആന്റി എല്ലാവരും ചേർന്നിട്ടോ. അതിനുശേഷം മോളോട് നമ്മുടെ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് പുറത്താണുള്ളതെന്ന് പറയണം. പുറത്താരാ മോളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്? അത് ഒരാൾ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ട്. മുത്തശ്ശിന്റെ കാര്യം ചെയ്യാവോ? എന്താ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒന്ന് വീട് വരെ ഒന്ന് കൊണ്ടുപോവാവോ? അതെവിടെയാ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്? ഇവിടെ അടുത്ത് തന്നെയാ, നമുക്കൊന്ന് പോയാലോ? അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ വിളിക്കാം, അപ്പോ ഫോൺ ഒന്ന് തരാവോ എന്ന് ചോദിക്കുകയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ ഫോൺ കൊടുക്കുന്നുണ്ട്. സുഡർ വിളിക്കുന്നത് നമ്മുടെ വിക്രത്തിനെ ആട്ടോ. വിക്രത്തിന് ഫോൺ വെച്ചിട്ട് ഹലോ എവിടെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പോ ഇന്ന ജംഗ്ഷനിൽ പറയുമ്പോ എന്നാ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നുണ്ട്. വിക്രത്തിന് ഭയങ്കര സന്തോഷമാവട്ടെ. പക്ഷെ വിക്രത്തിന് അറിയില്ല ഇത് തന്റെ മോളാണെന്നും മോൾക്കും അറിയില്ല ഇത് അച്ഛനാണെന്നും. അങ്ങനെ ശങ്കരനാരായണൻ പറയണ്ടത്, അതെ ഇവിടെ അടുത്തൊരു ജംഗ്ഷൻ ഇല്ലേ, ബേക്കറി ജംഗ്ഷൻ, അവിടെ എന്റെ ഫ്രണ്ട് ഉണ്ട്. ആണോ? അവിടെ എന്ത് ചെയ്യാ ഫ്രണ്ട്? അതൊക്കെ ഉണ്ട്, സർപ്രൈസാ, വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോകാണ്. അപ്പൊ ശങ്കരനാരായണൻ വിചാരിക്കണ വല്ല 5ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചോ 6ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചോ അങ്ങനെ വല്ലവരായിരിക്കുമെന്നാണ്. അവിടെ പോകുമ്പോ ഞെട്ടിപ്പോണം. വിക്രമാണ് ഈ കൂട്ടുകാരനെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണത്. അപ്പൊ വിക്രത്തിനെ കാണുമ്പോഴേക്കും ശങ്കരനാരായണൻ ആകെ ഞെട്ടിപ്പോട്ടോ. ഇവനോ? ഇതാണോ നിന്റെ ഫ്രണ്ട്? അതെ, ഇതാ എന്റെ ഫ്രണ്ട്. അതിന്റെ ഇത്ര വലിയ ഫ്രണ്ട് ഇതാരാണെന്ന് മോൾക്കറിയാവോ? എനിക്കറിയില്ല, പക്ഷെ ഒരു സമയത്തെ ഈ ഫ്രണ്ടിനെ ഒരുപാട് പേര് ഉപദ്രവിക്കാൻ വേണ്ടി വന്നു, ഗുണ്ടകള്. ആ സമയത്ത് ഈ ഫ്രണ്ടിനെ രക്ഷിച്ചത് ഞാനാണ്. അതുകൊണ്ട് ആ സമയം മുതൽ ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാ, എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാ. എനിക്ക് എന്റെ അമ്മേനെ കഴിഞ്ഞാലേ, വിജയാനിനെ കഴിഞ്ഞാലേ പിന്നെ ഏറ്റവും ഇഷ്ടം ഈ ഫ്രണ്ടിനോടാ എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ശങ്കരനാരായണൻ ഷോക്ക് ആവട്ടെ. ഈശ്വര, സ്വന്തം അച്ഛനെ തന്നെയാണ് ഇവള് ഫ്രണ്ട് ആക്കിയിരിക്കുന്നത്. പാവം വിക്രത്തിനും അറിയില്ല ഇത് സ്വന്തം മകളാണെന്ന്. അവനാണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയത് സ്വന്തം മകളെ കാണാൻ വേണ്ടി മാത്രമാണ്. ജയിലിൽ അവള് ഇത്ര 8 വർഷവും കഴിഞ്ഞത് പോലും ഓരോരോ നിമിഷവും അവളുടെ പുറത്തിറങ്ങുമ്പോഴേക്കും മകളെ കാണാൻ, മകൾ അല്ലെങ്കിൽ മകൻ ആരായാലും കാണാച്ചിട്ടാണ് അവൻ ഇത്ര നാളെ ജയിലിൽ പോലും കഴിച്ചത്. പക്ഷെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും അവനോട് പറഞ്ഞത് തന്റെ മകൾ ജീവനോട് ഇല്ലെന്നാണ്. പാവം, ഞാൻ എന്ത് ദ്രോഹം അവനോട് ചെയ്തത്. സാരില്ല, സുഡർ ഇങ്ങനെയെങ്കിലും അവനെ സ്നേഹിക്കട്ടെ, അവനും സ്വന്തം മകളുടെ സ്നേഹം എങ്ങനെയെങ്കിലും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഡറിനെ മാത്രമേ അങ്ങോട്ടേക്ക് ശങ്കരനാരായണനെ വിടുന്നുള്ളൂ കേട്ടോ. പിന്നെ വിക്രവും അതുപോലെ തന്നെ നമ്മുടെ സുഡറും തമ്മിൽ ഭയങ്കര സംസാരവും കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ശങ്കരനാരായണൻ ഡ്രൈവറെയാണ് നമ്മുടെ സുഡറിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു വിടണേ കേട്ടോ വിക്രത്തിന്റെ അടുത്തേക്ക്. കാരണം ശങ്കരനാരായണനെ കണ്ടു കഴിഞ്ഞാൽ വിക്രത്തിന് സംശയം തോന്നില്ലേ, അതുകൊണ്ട് പുള്ളിക്കാരൻ ഒളിച്ചും പാത്തുമാണ് മാറി നിൽക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു ഭാഗം തമിഴിലുണ്ട്, മലയാളത്തിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.